ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള സിനിമ 2023 തകർച്ചയിൽ ആയിരുന്നെങ്കിൽ 2024 വളരെ ശക്തിയോടെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു. മറ്റു ഇൻഡസ്ട്രികൾ അതിശയത്തോടെ നോക്കിക്കണ്ട വർഷം. എത്തിയ ചിത്രങ്ങൾ പലതും 50 കോടിയും 100 കോടിയും അതിനു മുകളിലും കയറി. ആദ്യ 3 മാസം കൊണ്ട് മാത്രം 500 കോടിയുടെ ബിസിനസ്സാണ് മലയാള സിനിമയിൽ നേടാൻ കഴിഞ്ഞത്. മറ്റു ഭാഷ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ പാൻ ഇന്ത്യൻ സിനിമകൾ തിളങ്ങുമ്പോഴും കണ്ടന്റിന് പ്രാധാന്യം നൽകി മലയാള സിനിമകൾ വന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ഇൻഡസ്ട്രി ചെറിയതായതുകൊണ്ട് തന്നെ വളരെ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഒന്നും ഇറങ്ങിയില്ലെങ്കിലും കളക്ഷനിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. കണ്ടന്റിൻ്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ആടുജീവിതം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ആവേശം ഈ ചിത്രങ്ങൾ എല്ലാം തന്നെ വളരെ ആവേശത്തോടെ അന്യഭാഷാ പ്രേമികൾ സ്വീകരിച്ചിരുന്നു. മുൻപ് വരെ അന്യഭാഷാ ചിത്രങ്ങൾ ഡബ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഹിറ്റാക്കി അങ്ങോട്ട് അയക്കുകയായിരുന്നു. എന്നാൽ അത് മാറി. എവിടെ വേണേലും റിലീസ് ചെയ്യാൻ പാകത്തിൽ മലയാള സിനിമ കണ്ടന്റിലും ക്വാളിറ്റിയിലും ഉയരങ്ങളിലെത്തി. മോളിവുഡിൻ്റെ ഏറ്റവും നല്ല സമയം പിന്നിട്ട് 6 മാസം നോക്കിയാൽ ഇങ്ങനെയാണ്. മെയ് പകുതി വരെ മാത്രം ഏകദേശം 1000 കോടിയുടെ ബിസിനസ്സാണ് മലയാള സിനിമ നേടിയത്. ഇത് റെക്കോർഡായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായ ബോളിവുഡിന് പോലും ഈ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടില്ല. ഷാറുഖ് ഖാൻ്റെ പത്താനും ജവാനും 1000 കോടി വീതം 2023 നേടിയെങ്കിലും തുടർന്ന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തമിഴും തെലുങ്കും ആയാലും മലയാളത്തിനൊപ്പം എത്താനുമായിട്ടില്ല. 6 മാസം കൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടക്കം മലയാളത്തിൽ 13 വിജയ ചിത്രങ്ങൾ, 78 ചിത്രങ്ങൾ ഇതിനോടകം റിലീസായി. ജനുവരിയിൽ ജയറാമിൻ്റെ ഓസ്ലർ ആയിരുന്നു തുടക്കം കുറിച്ചത്. പിന്നാലെ മലയക്കോട്ടെ വാലിബനും ഫെബ്രുവരിയിലേക്ക് കടക്കുമ്പോൾ ഞെട്ടിച്ചൊരു ചിത്രം തന്നെയായിരുന്നു. വമ്പൻ ഹിറ്റുകളുടെ പെരുമഴ. ടൊവിനോയാണ് തുടക്കം. അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ ഹിറ്റിലേക്കും. അടുത്ത് പ്രേമലു 136 കോടിയോളം വാരിക്കൂട്ടി. തീർന്നില്ല. ഭ്രമയുഗം വന്നു. മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രമായിട്ടും 85 കോടിയോളം നേടി. ഫെബ്രുവരിയുടെ അവസാനം മഞ്ഞുമ്മൽ ബോയ്സ് വന്നു. മാസങ്ങളോളം ഹിറ്റായും ചർച്ചയായും നിലനിന്നു. 242 കോടി നേടി മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതി. മാർച്ചിലും മറ്റു സിനിമകൾ വന്നെങ്കിലും പ്രേമലുവിൻ്റെയും മഞ്ഞുമ്മലിൻ്റെയും കുതിപ്പിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ബ്ലസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയും ചിത്രം മാർച്ചിൽ തന്നെ 160 കോടിയോളം നേടി. ഏപ്രിലും ഹിറ്റുകൾക്കായി കാത്തിരുന്നു. ആവേശവും വർഷങ്ങൾക്ക് ശേഷവും എത്തി. 2 ചിത്രങ്ങളും ഒരുപോലെ തുടക്കം കുറിച്ചു. 81 കോടിയോളം വർഷങ്ങൾക്ക് ശേഷം നേടി. 150 കോടിയോളം ആവേശവും നേടി. മലയാള സിനിമകൾ തുടരെ 50ഉം 100ഉം കോടി ക്ലബിൽ കയറുന്നതാണ് ഈ ആഴ്ചയിൽ കാണാൻ കഴിഞ്ഞത്. ഇനിയുള്ളത് മെയ് മാസം. ഗുരുവായൂർ അമ്പലനടയിൽ തിയേറ്ററുകളിൽ ആളെ കൂട്ടി. ടർബോയും തലവനും വന്നു. ഹിറ്റുകളായി. ഇനിയും വലിയ സിനിമകൾ വരാനുണ്ട്. ഇത് മലയാള സിനിമയുടെ ഒരു തുടക്കം മാത്രം. ഇനിയും വലിയ ഹിറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.